ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോഴായിരിക്കുന്നത്. കത്തുന്ന മുൾപടർപ്പിൽ നിന്നുകൊണ്ട് മോശയ്ക്ക് പ്രത്യക്ഷനായ കർത്താവ്, മഹത്വപൂർണനായ കർത്താവ്, ആ കർത്താവ് തന്നെയാണ് തിരുവോസ്തയുടെ രൂപത്തിൽ ഏറ്റവും എളിമപ്പെട്ടവനായി, ഏറ്റവും താഴ്ന്നവനായി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നത്. മോശയോട് അവിടുന്ന് പറഞ്ഞു, മോശേ, നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ്, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക. ആ കർത്താവ്, പരിശുദ്ധനായ ദൈവം ഇപ്പോഴും നമ്മുടെ മുമ്പിലായിരിക്കുക, ഒരു ഓസ്തിരൂപനായിരുന്നു കൊണ്ട്. അവിടുന്ന് നമ്മളോട് പറയുന്നില്ല നിങ്ങളുടെ പാദരക്ഷകൾ അഴിച്ചു മാറ്റാൻ. പക്ഷേ അവിടുന്ന് പറയുന്നു, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിങ്ങളുടെ ഹൃദയം എനിക്ക് താ, നിന്റെ മുറിവുകൾ എനിക്ക് താ, നിന്റെ ക്ഷതങ്ങൾ എനിക്ക് താ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്, എൻ്റെ അടുത്തേക്ക് വന്നവർ. മോശയോട് പറഞ്ഞു, എൻ്റെ അടുത്ത് വരരുത്. പക്ഷേ ഇന്ന് ദിവ്യകാരുണ്യമായി എഴുന്നള്ളി വരുമ്പോൾ അവൻ നമ്മളോട് പറയുന്നത്, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ ഒന്ന് തൊടട്ടെ, നിന്നെ ഒന്ന് തൊടാൻ എന്നെ അനുവദിക്കും മകനെ, എൻ്റെ അനുവദിക്കും മകളെ എന്നാണ്. ഇത്രയേറെ കാരുണ്യത്തോടെ ഈശോ നമ്മെ വിളിച്ചിട്ടും അവിടുത്തെ കരുണയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? ഇല്ലെങ്കിൽ എവിടെയോ ഒരു പെശകുണ്ട്. കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അപ്പോൾ നമ്മുടെ പൊന്ന തമ്പുരാനെ കാണാൻ നമുക്ക് കഴിയാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ അശുദ്ധി കൊണ്ടാണോ? എന്താണ് നമ്മുടെ അശുദ്ധി? അത് അവിടുന്ന് പറയുന്നു, ഏറ്റവും വലിയ അശുദ്ധി വെറുപ്പാണ്, വിദ്വേഷമാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. എന്തെന്നാൽ വിദ്വേഷം മൂലം പലരും അശുദ്ധരായിട്ട് തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ ജീവിക്കുന്ന സാന്നിധ്യം, സ്നേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ ആരോടൊക്കെയോ വെറുപ്പുണ്ട് എന്നുള്ളതാണ് സത്യം. ആരോടൊക്കെയോ ക്ഷമിക്കാനുണ്ട്. ക്ഷമിക്കാത്ത ഹൃദയവുമായിട്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ, ആരാധിക്കാൻ അതിൻ്റെ പൂർണ്ണതയിൽ കഴിയില്ല. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, നീ ബലിയർപ്പിക്കാനായിട്ട് പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി അവനുമായി രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് ബലിയർപ്പിക്കുക. മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം, എന്തും ലഭിക്കുമെന്നാണ് ഈശോ പറയുന്നത്. എല്ലാം ലഭിക്കുമെന്നല്ല, എന്തും ലഭിക്കും. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിരവധിയായ കടങ്ങളും പാപങ്ങളും നീങ്ങിപ്പോകണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരണമെങ്കിൽ നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുന്ന ഒരു ഹൃദയം വേണം. സ്നേഹത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മളെ ക്ഷമിക്കുന്നവരാക്കാൻ പറ്റൂ. കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശുവിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ക്ഷമയില്ലാത്ത ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, സ്നേഹമില്ലാത്ത ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പ്രകാശമായി, രക്ഷയായി, സ്നേഹമായി കടന്നു വരണമേ. നമുക്കൊന്നിച്ച് പാടാം, സ്നേഹത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. സ്നേഹത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു ഒരുമിച്ച് പാടാം. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. നമ്മളെ മുറിപ്പെടുത്തിയവരെയും നമ്മളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയവരെയും നമ്മളെ വിഷമിപ്പിച്ചവരെയും നമ്മുടെ പുരോഗതിയുടെ വഴിയിൽ തടസ്സങ്ങൾ നിർമ്മിച്ചവരെയും എല്ലാം ഈശോയുടെ ജ്വലിക്കുന്ന സ്നേഹത്തിൻ്റെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പാടാം, പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ.
സ്നേഹത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക എന്ന് പലരോട് ഉപദേശിക്കാൻ നമുക്ക് പറ്റും. പലരെയും നമുക്ക് ആ രീതിയിൽ പ്രബോധിപ്പിക്കാൻ പറ്റും. ക്ഷമയല്ലാതെ വേറെ മാർഗമില്ലെന്ന് മറ്റുള്ളവർക്ക് നമുക്ക് ഉപദേശം നൽകാൻ പറ്റും. പക്ഷെ ക്ഷമിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. വീഴ്ച പറ്റുക, വീഴുക, തെറ്റിൽ വീഴുക എന്നുള്ളത് മാനുഷികമാണ്. തെറ്റുപറ്റുക എന്നുള്ളത്. എന്നാൽ ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ്. അതിന് ദൈവികമായ ശക്തി കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് പരിഹരിക്കാൻ പറ്റൂ. അതിനാൽ ക്ഷമയുടെ ചൈതന്യമായ പരിശുദ്ധാത്മാവിനോട് ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമയുടെ ചൈതന്യമേ, ക്ഷമയുടെ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. ഈശോ പറഞ്ഞു, അന്ധചിത്രമുള്ള ഏത് രാജ്യവും നശിച്ചു പോകും. അന്ധചിത്രമുള്ള ഒരു ഭവനവും നിലനിൽക്കുകയില്ല, അത് നശിച്ചു പോകും. എന്താണ് അന്ധചിത്രത്തിൻ്റെ കാരണം? പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്ത, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത, അവരെ അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സ്, ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കാനും കഴിയാത്ത മനസ്സ്, അഹങ്കാരമുള്ള മനസ്സ്. ഈ മനസ്സൊന്ന് മാറ്റിത്തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഐക്യം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധന കാണുകയാണെങ്കിൽ ഒത്തിരി അസമാധാനമുള്ള കുടുംബങ്ങൾ, ഒരു സമാധാനം ഈ കുടുംബത്തിലുണ്ടായെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ. പക്ഷേ സമാധാനമില്ല, ക്ഷമയില്ല. ക്ഷമയില്ലാത്തടുത്ത് സമാധാനവുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ഐക്യത്തിൻ ചൈതന്യമേ വന്നു നിറയണമേ. ഐക്യത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. സകലത്തിനെയും ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സകലത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലാതെ ഒന്നിപ്പില്ല. പരിശുദ്ധാത്മാവില്ലാതെ സമാധാനമില്ല. നമുക്ക് റൂഹായോട് പ്രാർത്ഥിക്കാം. റൂഹായാം ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറയണമേ. റൂഹായാം ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ്, ക്ഷമ കൊടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ്, കരുണയൊരുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുന്നത്. ക്ഷമിക്കാൻ അവിടുന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഉയർപ്പിന് വേണ്ടിയിട്ടാണ്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ചുറ്റുപാടുമുള്ള ജീവിതങ്ങളെ ഒന്ന് കണ്ണോടിച്ച് നോക്കൂ. ആരെല്ലാം ക്ഷമിച്ചു പോവും, ക്ഷമിച്ച് സ്നേഹിച്ചു പോവും, അവരെയെല്ലാം ദൈവം ഉയർത്തി. ബൈബിളിലേക്ക് നോക്കുമ്പോൾ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പൂർവ്വ യൗസേപ്പിൻ്റെ കഥ ഇതിനൊരു പ്രധാന ഉദാഹരണമാണ്. യൗസേപ്പ് യാക്കോബ് പിതാവിൻ്റെ ഏറ്റവും ഇളയ മകനായിരുന്നു. ആ പിതാവ് ആ മകനെ ഏറെ സ്നേഹിച്ചു. തൻ്റെ വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് നല്ലൊരു കൈനീളമുള്ള കുപ്പായം അവന് തുന്നിച്ചു കൊടുത്ത് മറ്റ് സഹോദരന്മാരെക്കാൾ അധികമായിട്ട് ആ പിതാവ് സ്നേഹിക്കുകയും അവനെ സംരക്ഷിക്കുകയും ചെയ്തു. ഇത് മറ്റു 11 സഹോദരന്മാർക്കും ദേഷ്യത്തിന് കാരണമായി, അസൂയയ്ക്ക് കാരണമായി.
അവർക്ക് ഭയങ്കര നീരസം. ഇവനോട് അസൂയ തോന്നി. ഇതിലുപരിയായി അവർക്ക് അസൂയ തോന്നാൻ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത മകനായിരുന്നു ആ ജോസഫ്. ഇസ്രായേലിനെ വലിയ കടുത്ത ക്ഷാമത്തിൽ നിന്നും രക്ഷിച്ച് രക്ഷയുടെ തുറമുഖത്തേക്ക് നയിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ജോസഫ്. ഒരിക്കൽ അവനൊരു സ്വപ്നം കണ്ടു. വയലിൽ തൻ്റെ സഹോദരന്മാരോടൊപ്പം അവൻ കൊയ്ത്തിനിറങ്ങവേ അവൻ കെട്ടിവെച്ച കറ്റകൾ ഉയർത്തെഴുന്നേറ്റു നിന്നു. എന്നാൽ മറ്റ് കറ്റകൾ, അതായത് അവരുടെ സഹോദരന്മാരുടെ കറ്റകൾ, അവനെ താണു വണങ്ങി, ആ കറ്റയെ താണു വണങ്ങി. ഈ പാവം കുട്ടിക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. ഒത്തിരി സന്തോഷത്തോടുകൂടി ആ സ്വപ്നം പോയി സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ ചീറ്റി. എന്താ നീ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം? നീ ഞങ്ങളുടെ നേതാവാകുമെന്നോ? നീ ഞങ്ങളുടെ ഭരണാധികാരിയാകുമെന്നോ? ഞങ്ങൾ നിന്നെ താണു വണങ്ങുമെന്നോ? ഇതാണോ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം? പണ്ടത്തേക്കാൾ അധികമായിട്ട് അവർ അവനെ ദ്വേഷിച്ചു. അവനെ കൊല്ലാൻ ഒരു തരം നോക്കിയിരുന്നു. ഒരിക്കൽ മേച്ചിൽ സ്ഥലത്ത് അവനെ തനിച്ച് കിട്ടിയപ്പോൾ അവനെ ബന്ധിച്ച് അവൻ്റെ കൈനീളമുള്ള കുപ്പായം ഊരിയെടുത്ത് പൊട്ടക്കിണറ്റിലെറിഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ വഴി ഇസ്മായേല്യർ വന്നപ്പോൾ ആ സംഘത്തിന് അവനെ വിറ്റു. ആ സംഘം അവനെ കൊണ്ടുപോയി ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ സേനാനായകന് കൊടുത്തു. അവനെ സ്വീകരിച്ചു. സേനാനായകൻ്റെ ഭാര്യ തന്നോടൊത്ത് ശയിക്കുവാൻ അവനെ ക്ഷണിച്ചപ്പോൾ ദൈവത്തെ പ്രതിയും തൻ്റെ യജമാനെ പ്രതിയും ആ ക്ഷണം അവൻ നിരസിച്ചു. അപ്പോൾ അവൾക്ക് രക്ഷപ്പെടണ്ടേ? അവൾ പറഞ്ഞു, ഈ ഹെബ്രായൻ, നിങ്ങൾ കൊണ്ടുവന്ന ഈ ഹെബ്രായൻ എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. കുപിതനായ പൊത്തിഫാർ അവനെ കാരാഗ്രഹത്തിൽ അടച്ചു. ആ കാരാഗ്രഹത്തിൽ നിന്നുമാണ് ആ നാടിൻ്റെ രാജാവായ ഫറവോ അവനെ ഉയർത്തുന്നത്. ആ കാരാഗ്രഹത്തിൽ നിന്ന് ഫറവോയല്ല അവനെ ഉയർത്തിയത്, പിന്നെയോ ദൈവമാണ്. ദൈവത്തിൻ്റെ കരം എല്ലാ സമയത്തും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആരൊക്കെ ദ്വേഷിച്ചാലും ആരൊക്കെ പ്രതികൂലങ്ങൾ നിർമ്മിച്ചാലും തന്നെ നയിക്കുന്ന ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ മുമ്പോട്ട് പോയി. ഫറവോ അവനെ ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് ഉയർത്തി. തൻ്റെ രാജസിംഹാസനത്തിന് തൊട്ട് താഴെയുള്ള സിംഹാസനം, ഈജിപ്റ്റ് മുഴുവൻ ഭരിക്കാനുള്ള സിംഹാസനം അവന് കൊടുത്തു. അതിനുള്ള അധികാരം കൊടുത്തു. അപ്പോഴാണ് ക്ഷാമമുണ്ടാകുന്നത്. ഇസ്രായേൽ മക്കൾ ക്ഷാമത്തിൽപ്പെട്ട് യാക്കോബിൻ്റെ മറ്റ് സഹോദരന്മാർ ധാന്യം തേടി ഈജിപ്തിലേക്ക് വന്നപ്പോഴാണ് ജോസഫ് അവരെ തിരിച്ചറിഞ്ഞു. എന്ത് പ്രതികാരം വേണമെങ്കിലും തന്നോട് നീചത പ്രവർത്തിച്ച് അവരോട് ചെയ്യാൻ സാധ്യമുള്ള ആ അവസ്ഥയിൽ അവനതൊന്നും ചെയ്തില്ല. വർദ്ധിച്ച സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചു. അവരോട് ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ക്ഷമിച്ച് സ്നേഹിച്ചു. ആ സഹോദരന്മാരെ കെട്ടിപ്പുണർന്ന് അവൻ കരഞ്ഞു, നെഞ്ചുപൊട്ടി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾക്ക് വിറ്റ ആ സഹോദരൻ ജോസഫാണ് ഞാൻ. നിങ്ങളൊട്ടും വിഷമിക്കണ്ട. നമുക്ക് നേരിടുന്ന ഈ ദുരിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവമായ കർത്താവ് തന്നെയാണ് നമ്മുടെ വംശത്തെ നിലനിർത്താൻ ഈജിപ്തിലേക്ക് നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചത്. ദൈവമാണ് അയച്ചത്. അതിനാൽ എന്നോട് ചെയ്തതിനെ ഓർത്തൊന്നും നിങ്ങൾ അല്പം പോലും സങ്കടപ്പെടേണ്ട, വ്യഥ വേണ്ട. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ മനഭാരപ്പെടേണ്ട. നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് വലിയ നന്മയ്ക്കായി പരിണമിപ്പിച്ചു. അവൻ അവരെയെല്ലാം ഈജിപ്തിൽ സ്വീകരിച്ചു. തൻ്റെ പിതാവിനെ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ വലിയ കടുത്ത ക്ഷാമത്തിൻ്റെ നാളുകളിൽ ഇസ്രായേലിനെ നിലനിർത്തി. പ്രിയപ്പെട്ടവർ, ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അസൂയ മൂലം നമ്മളെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞവരുണ്ടാകാം. ഇസ്മായേലിയർക്ക് വിറ്റവരുണ്ടാകാം.
പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ക്ഷമിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, അതൊരു പക്ഷേ നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം, നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉയർന്ന അധികാരിയായിരിക്കാം, ഇനി അതുമല്ലെങ്കിൽ ജോലിക്കാരായിരിക്കാം. നമ്മളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും പൊട്ടക്കിണറ്റിൽ എറിയുകയും മറ്റുള്ളവർക്ക് വിൽക്കുകയും ദുരിതപൂർണമായ ഒരു ജീവിതം നമുക്ക് നൽകുകയും ചെയ്യുന്ന അനേകർ. ജോസഫ് ക്ഷമിച്ചതുപോലെ ക്ഷമിച്ച് സ്നേഹിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും. പൊട്ടക്കിണറ്റിൽ നിന്നും ജോസഫിനെ ഉയർത്തിയത് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ടാണ്. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിട്ടാണ് ഉയർത്തിയത്. അവിടെ അവനൊന്നും പഞ്ഞമുണ്ടായിരുന്നില്ല. അവിടെയും ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സങ്കീർത്തന പുസ്തകം 105-ാം അധ്യായത്തിൽ ജോസഫിനെ കുറിച്ച് പറയുന്നു, അവർക്ക് മുമ്പേ മറ്റൊരുവനെ ദൈവം അയച്ചു. അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവൻ്റെ കാലുകൾ ആമം കൊണ്ട് മുറിഞ്ഞു, ചങ്ങല കൊണ്ട് മുറിഞ്ഞു. അവൻ്റെ കഴുത്ത് നുകമേറ്റ് തകർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം അവനെ നിലനിർത്തുവോളം, അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം ദൈവത്തിൻ്റെ വചനം വീണ്ടും വീണ്ടും അവനെ പരീക്ഷിച്ചു. പക്ഷേ പരീക്ഷിച്ച് തമ്പുരാൻ തന്നെ അവനെ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ഈ തരത്തിലുള്ള അഗ്നി പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഓരോരുത്തരെയും നമുക്കിപ്പോൾ ഈശോയുടെ മുറിവിനോട് ചേർത്ത് കാഴ്ചവെക്കാം. നെഞ്ചിലെ തിരുമുറിവിനോട് ചേർത്തുകൊണ്ട് അവിടുന്ന് ചിന്തിയ ആ രക്തത്തോട് ചേർന്ന് നമ്മുടെ മുറിവുകളെയും ചേർത്തുകൊണ്ട് നമുക്ക് പാടാം. കർത്താവേ, ക്ഷമിക്കുന്ന സ്നേഹത്താലെ എന്നെ നിറയ്ക്കണമേ, ആ സ്നേഹം തന്ന് എന്നെ ഉയർത്തണമേ. നമുക്കൊന്ന് ചേർന്ന് പാടാം. നമ്മുടെ കൈകൾ നെഞ്ചിനോട് അമരട്ടെ. അവിടെ ക്ഷമിച്ച ഒരു ഈശോയുണ്ട്, ക്ഷമ നൽകിയ ഒരു ഈശോയുണ്ട്. ആ ഈശോയോട് നമ്മുടെ കരങ്ങളും ചേർത്ത് നമുക്ക് പാടാം ക്ഷമിക്കുന്ന സ്നേഹം. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ഒരിക്കൽ കൂടി പാടാം. ക്ഷമിക്കുന്ന സ്നേഹം, സ്വർഗീയ ഭാവം, മണ്ണിൽ സമാധാന മാർഗം. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം, സ്വർഗീയ ദാനം, മണ്ണിൽ സമാധാന മാർഗം. അരൂപിൽ പാടിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ഒരിക്കൽ കൂടി പാടാം. ക്ഷമിക്കുന്ന സ്നേഹം, സ്വർഗീയ ഭാവം, മണ്ണിൽ സമാധാന മാർഗം. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവീക ഭാവം, നാഥൻ കൊതിക്കും സ്വഭാവം. ക്ഷമിക്കുന്ന സ്നേഹം, സ്വർഗീയ ദാനം, മണ്ണിൽ സമാധാനം.